الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്നും ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മുടെ ഇഹപര ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി നാം സ്വമേധയ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതങ്ങനെയാവുകയും വേണം. ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ടോ ഒരു മുസ്ലിം മഹല്ലിൽ ജീവിക്കുന്നത് കൊണ്ടോ മുസ്ലിമായി എന്ന അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് മനസ്സറിഞ്ഞ് ആദർശം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിജയത്തിന് വേണ്ടി ജീവിക്കുന്നവരാകണം. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ആരാധനകളും കർമ്മങ്ങളുമെല്ലാം വളരെ കൃത്യവും കണിശവുമാണ് എന്നതാണ്. നമ്മുടെ കൈകടത്തലുകൾക്കോ നമ്മുടെ ഇടപെടലുകൾക്കോ ഒന്നും അതിൽ സ്ഥാനമില്ല. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും നിയോഗിച്ചയച്ചിട്ടുള്ള പ്രവാചകന്മാരിലൂടെ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലാണ്. ആ കുട്ടികളൊന്ന് മുന്നോട്ട് സഫായിട്ടിരുന്ന, ഒന്ന് മുന്നോട്ട് സഫായി മുന്നിലേക്ക് പോരും, ഫ്രണ്ടിലേക്ക് ആ സഫിലേക്ക് ഇങ്ങോട്ട് കയറി.
അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ള വചനമാണ്. അതിന് ഇമാം ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരണം നൽകിയത് ബയ്യനത്ത് ലക്കും ബിവഹയി അലാ ലിസാനി റസൂലി അലാ ജമീഇ മാ ബിക്കുമുൽ ഹാജത്തു ഇലൈഹി മിൻ അംരി ദീനിക്കും ഫലാ സിയാദത ഫീഹി ബഅദ ഹാദൽ യൗം എന്നാണ്. എൻ്റെ പ്രവാചകന്റെ നാവിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദീനിലേക്ക് യാതൊന്നും തന്നെ കൂട്ടിച്ചേർക്കുവാൻ പാടില്ല എന്നാണ് ആ വചനത്തിന്റെ താല്പര്യമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞത് ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ വഖദ് അമർതുക്കും ബിഹി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏതൊരു കാര്യമുണ്ടോ മതപരമായി അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വലൈസ ശൈഉൻ യുഖർരിബുക്കും മിനൻ നാർ ഇല്ലാ ഖദ് നഹൈതുക്കും ബിഹി. നരകത്തിൽ പ്രവേശിച്ചു പോയേക്കാവുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയോ നരക വിമോചനത്തിന് വേണ്ടിയോ നാം ആലോചിച്ച് തീരുമാനമെടുത്ത് ഏതെങ്കിലും ഇബാദത്തുകളോ ദിക്റുകളോ സ്വലാത്തുകളോ ഒന്നും തന്നെ ലോകാവസാനം വരെ കണ്ടെത്തുകയോ നടപ്പിലാക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് ആ ആയത്തിന്റെ താല്പര്യം എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ പ്രസിദ്ധമായ നാം എപ്പോഴും കേൾക്കുന്ന പ്രവാചകന്റെ ഒരു തിരുവചനം ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിച്ച മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത അഥവാ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇതേ ആശയം വരുന്ന മറ്റൊരു തിരുവചനം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ നിർദ്ദേശമില്ലാത്ത വല്ല പ്രവർത്തനങ്ങളും ആരെങ്കിലും ദീനിൽ കടത്തിക്കൂട്ടിയാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാകുന്നു എന്നും കാണാവുന്നതാണ്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ ഗുനിയത്ത് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു വജ്അലിൽ കിതാബ വസ്സുന്ന അമാമക് വൻദുർ ഫീഹിമാ വഅമൽ ബിഹിമാ ഫലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി. നിങ്ങൾ മുമ്പിൽ വെക്കേണ്ടത് മതപരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രമാണമായി മുന്നിൽ വെക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ്. അതിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്, അതനുസരിച്ചു കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി. കാലഖീലകൾ നമുക്ക് പരിചയമുള്ള ഒരു പദമാണത്. കാലഖീലകളുമായി വരിക, അടിസ്ഥാനമില്ലാത്ത ആരാണ് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എന്ന ഒരു അടിസ്ഥാനമില്ലാതെ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അനുസരിച്ചു പോകരുത്. അത് നിങ്ങളെ അപകടപ്പെടുത്തും. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും എൻ്റെ വിശ്വാസപരമായി എന്താണ് പറഞ്ഞത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആരാധന കർമ്മവും നിങ്ങൾ നിർവഹിക്കരുത്. കാരണം ഫഇന്നൽ അവ്വല ലില്ലാഖിരി മഖാല. ആദ്യക്കാരായ ആളുകൾക്ക് ശേഷക്കാരായ ആളുകൾക്ക് വേണ്ടി യാതൊരു സംശയവും ബാക്കി വെച്ചിട്ടില്ല. മുൻഗാമികളായ ആളുകൾ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു അവസ്ഥയുണ്ടാക്കിയിട്ടില്ല. ദീൻ എന്താണോ അതവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ആ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ. ദീനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കി, ഒരു നൂതനമായ ആചാരമുണ്ടാക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് ഹസനത്താണ്, നല്ലതായ നൂതനമായ ബിദ്അത്താണ്, നല്ല ആചാരമാണ് എന്ന് അയാൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് കണ്ടാൽ എത്ര നല്ല രൂപത്തിലുള്ള കാര്യങ്ങളാവട്ടെ, ആ കണ്ടാൽ ഖുർആനിന്റെ ആയത്തുകളോ ഹദീസുകളോ ദിക്റുകളോ ഒക്കെ ഉരുവിടുന്നതാകട്ടെ, അങ്ങനെ ഒരാൾ തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പ്രമാണമില്ലാതെ ഉണ്ടാക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നത്
ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ പറയുന്നത്. കാരണം അള്ളാഹു പഠിപ്പിച്ച ജിബ്രീൽ കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ചിലതൊക്കെ പ്രവാചകൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അയാൾ പറയാതെ പറയുന്നത് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സുഫിയാൻ സൗരി എന്ന് പറയുന്ന പ്രസിദ്ധ പണ്ഡിതൻ പറഞ്ഞു, ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ്, ബിദ്അത്താണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത്. മിനൽ മഅസിയ, പാപങ്ങളെക്കാൾ. കള്ള് കുടിക്കുക ഹറാമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ വ്യഭിചരിക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതിലേക്ക് ആളുകൾ അടുക്കാറുമില്ല. ഇനി അഥവാ ചെയ്തു പോയാൽ തന്നെയും അത് ഹറാമായിരുന്നു എന്ന ഒരു ബോധ്യം മനസ്സിലുണ്ടാകും. എന്നാൽ ബിദ്അത്ത് എന്ന് പറയുന്നത് അത് ഈ ബോധ്യത്തിലല്ല ചെയ്യുന്നത്, മറിച്ച് അത് നല്ലതാണ്, ഗുണകരമാണ്, പുണ്യമാണ്, സ്വർഗം കിട്ടുന്നതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിദ്അത്തുകൾ ഒരാൾ ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യുകയില്ല. തൗബ ചെയ്യണമെങ്കിൽ തെറ്റാണെന്ന ബോധം വേണ്ടേ? ഈ ചെയ്യുന്ന ബിദ്അത്ത് തെറ്റാണെന്നല്ല അയാൾ വിചാരിക്കുന്നത്. എന്നാൽ വൽ മഅസിയതു യുതാബു മിൻഹാ, മദ്യപാനി അല്ലെങ്കിൽ വ്യഭിചാരി, പലിശ വാങ്ങുന്നവൻ ഒരു കാലത്ത് പടച്ചോനെ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ തൗബ ചെയ്ത് മടങ്ങുന്ന അവസ്ഥയുണ്ടാകും. അപ്പോ ബിദ്അത്തുകളെയാണ് മഅസിയത്തുകളേക്കാൾ, കുറ്റകരമായ കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നാം പേടിക്കേണ്ടത് എന്നാണ് സുഫിയാനു സൗരി റഹിമഹുല്ലാ പറയുന്നത്. ഈ അളവുകോൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ അളവുകോൽ വെച്ചുകൊണ്ടാണ് ദീനിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇബാദത്തുകളെയും കാര്യങ്ങളെയും നാം പരിശോധിക്കേണ്ടത്. ഇതൊരു അളവുകോലാണ്. ഈ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ അനുഷ്ഠിക്കുന്ന കാര്യം, ഞാൻ പ്രാവർത്തികമാക്കുന്ന കാര്യം അത് ദീനിൽ പെട്ടതാണോ അല്ലേ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു അളവുകോലായിട്ടാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് പോലും ദീനിൽ ഒരു പുതിയ കാര്യം സ്വമേധയാ ഉണ്ടാക്കുവാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കുവാനുള്ള ഒരു നടപടിയായി സ്വീകരിക്കുവാനുള്ള അധികാരം പ്രവാചകന് പോലുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇച്ഛപ്രകാരം അദ്ദേഹം മതപരമായിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അദ്ദേഹത്തിലേക്ക് അറിയിക്കപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം മതപരമായ കാര്യങ്ങളൊക്കെയും പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. ആദ്യം മസ്ജിദുൽ ഹറാമിലെ അല്ലായിരുന്നു ഖിബ്ല, മുസ്ലിങ്ങൾ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. എന്നാൽ പലരും പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ അതിനേക്കാൾ നമുക്ക് ആത്മീയ ബന്ധമുള്ളത് മസ്ജിദുൽ ഹറാമുമായിട്ടാണല്ലോ. പ്രവാചകനും അതറിയാം. എന്നിട്ട് കൂടി പ്രവാചകൻ അങ്ങനെ ഒരു രീതി സ്വീകരിച്ചില്ല. മറിച്ച് ഖുർആനിന്റെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആ ആയത്തിറങ്ങുകയും അതിൽ ഇനി നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിഞ്ഞോളൂ എന്ന ആയത്ത് അവതരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പ്രവാചകൻ മസ്ജിദുൽ ഹറാമിനെ ഖിബലയായി സ്വീകരിച്ചത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കയ്യൊപ്പ്, മേലൊപ്പ് ഞാൻ നടപ്പിലാക്കുന്ന വിഷയത്തിനുണ്ടാവണം എന്നത് നിർബന്ധമാണ്. എനിക്കിഷ്ടമുണ്ടായാൽ പോരാ എന്ന് പ്രവാചകൻ അറിയാം. അള്ളാഹു അത് അംഗീകരിക്കണം എന്നറിയാം. അതുകൊണ്ടാണ് ആയത്തിറങ്ങുന്നത് വരെ കാത്തു നിന്നിട്ടുള്ളത്. അതുപോലെ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളും സ്വഹാബത്ത്, പ്രമുഖരായ സ്വഹാബത്ത് പ്രവാചകനോട് പറഞ്ഞു. പക്ഷേ അത് കാര്യമാണെന്ന് പ്രവാചകൻ അറിയാം. ജാഹിലിയ്യത്തിലെ രീതികളാണ് പല സ്ത്രീകളും അവരുടെ വേഷവിധാനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്.
അതിൽ ഒരു പർദ സമ്പ്രദായം ഉണ്ടാക്കണം എന്ന് പ്രവാചകൻ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയോ സ്വന്തമായി തീരുമാനമെടുക്കുകയോ ചെയ്തില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലെ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത് വരെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തുനിന്നു. ഞാൻ എന്തിന് കാത്തു നിൽക്കണം? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, അവസാനത്തെ പ്രവാചകനല്ലേ, എനിക്കതങ്ങ് നടപ്പിലാക്കിയാൽ പോരെ എന്ന് പ്രവാചകൻ വിചാരിച്ചില്ല. കാരണം ദീനിന്റെ കൃത്യത, ദീനിന്റെ കണിശത എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഈ ബിദ്അത്തുകളെ സംബന്ധിച്ചുകൊണ്ട് ദീനിലേക്ക് കടന്നുകൂടുന്ന ബിദ്അത്തുകൾ, അതിനെ നബിയും സഹാബത്തും വളരെ കാര്യമായും ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നാം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ചില വളരെയധികം പ്രാർത്ഥനകളുണ്ട്. ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത് എന്ന ചെറിയ പ്രാർത്ഥനയുണ്ട്, അതുപോലെ വേറെയും പ്രാർത്ഥനയുണ്ട്. അതിൽ നീണ്ട ദീർഘമുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ലഹ്രി ഇലൈക് റഗ്ബതൻ വറഹബതൻ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയ്യികല്ലദീ അർസൽത. ഈ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പ്രവാചകൻ ഒരു സ്വഹാബിയോട് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റു ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. പക്ഷേ അവസാന ഭാഗത്ത് ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിറസൂലികല്ലദീ അർസൽത എന്നാണ് അയാൾ ചൊല്ലിയത്. നബി പഠിപ്പിച്ചത് വബി നബിയ്യിക എന്നാണ്. നബിയ്യി എന്ന പദം അയാൾ തിരിച്ചു ചൊല്ലിയപ്പോൾ റസൂൽ എന്നായിപ്പോയി. നബിയ്യിക എന്നതിന് പകരം റസൂലിക എന്നായിപ്പോയി. യഥാർത്ഥത്തിൽ നബി എന്ന പദത്തിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ള പദം റസൂൽ എന്ന പദമാണ്. എന്നിട്ട് കൂടി പ്രവാചകൻ പറഞ്ഞു, ഇത് ഞാൻ പഠിപ്പിച്ചതല്ല, ഞാൻ പഠിപ്പിച്ചത് വബി നബിയ്യിക എന്നാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ചെല്ലുമ്പോ ആ പ്രാർത്ഥനയിൽ ആ പദം തന്നെ ഉപയോഗിക്കണം. അപ്പൊ റസൂലുള്ള അത്രക്ക് ശ്രദ്ധിച്ചു. ദീനിൽ ബിദ്അത്തുകൾ പഠിപ്പിച്ചതിനപ്പുറം, കാണിച്ചു കൊടുത്തതിനപ്പുറം വന്നു കൂടുന്നതിനെ അത്രമാത്രം പ്രവാചകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സുഹൃത്തും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം താബിയാണ്. അദ്ദേഹം ഒന്ന് തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് ചൊല്ലണമെന്ന് നമുക്കറിയാം. അയാൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നുകൂടി അതിന്റെ കൂടെ ഒരു സ്വലാത്തും കൂടി ചൊല്ലിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നബി തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് മാത്രമേ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിന്റെ കൂടെ നീ എന്തു ചൊല്ലി എന്നതല്ല, പ്രാർത്ഥനയാണോ സ്വലാത്താണോ ആയത്താണോ എന്നതല്ല വിഷയം, അത് ബിദ്അത്താണ്, നൂതനമായ ആചാരമാണ് എന്ന്. ഇങ്ങനെ നബിയും സഹാബത്തും താബിഈകളും വളരെ കൃത്യമായ നിലപാട് ദീനിൽ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന മതം കുരങ്ങിന്റെ കയ്യിലെ പൂമാല പോലെയായി പോകുമായിരുന്നു. ദീനിന്റെ കൃത്യതയും കണിശതയും നിലനിർത്തുന്നത് കൊണ്ടാണ് എന്താണ് ദീൻ എന്ന് ഏതൊരു കാലത്തും ആർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു ബിദ്അത്ത് ഈ മാസത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. പള്ളികളും മദ്രസകളും വീടുകളും അങ്ങാടികൾ വരെ ലൈറ്റുകൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും വളരെ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമയത്തുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ എന്ന രൂപേണയാണ് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നിന്ന് ജെമിനിയോട് ചോദിച്ചാൽ വരെ കൃത്യമായ ഉത്തരം കിട്ടും. അതൊരു തെളിവായിട്ടല്ല, ഒരു പ്രമാണമായിട്ടല്ല. ജെമിനിയോട് നാം നമ്മുടെ കയ്യിലുള്ള ഫോണിനോട് ചോദിക്കുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നബിദിനാഘോഷം എന്ന രൂപത്തിൽ ഒരു പരിപാടി നടന്നു കാണുന്നു, അതിന്റെ മതപരമായ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയായിക്കൊണ്ട് ജെമിനി പോലും നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മുടെ തെളിവ് ജെമിനിയല്ല, അത് ദീനിൽപ്പെട്ടതാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അവിടെ ഒന്ന് പ്രവാചകന്റേതാണ് നാം നോക്കേണ്ടത്. പ്രവാചകൻ തന്റെ 63 വർഷക്കാലത്തെ ജീവിതത്തിനിടക്കോ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള 23 വർഷക്കാലത്തിനിടക്കോ
പ്രവാചകൻ റബിയുൽ അവ്വൽ മാസമോ റബിയുൽ അവ്വൽ 12 ഏതെങ്കിലും ഒരു പ്രത്യേക ആരാധനകൾ നടത്തുകയോ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് എല്ലാവർക്കും ലഭിക്കുക. അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നബിദിനത്തെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നബി തന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കർമ്മം നിർവഹിക്കുകയോ അങ്ങനെ ഏതെങ്കിലും ദിക്റുകൾ ചെല്ലുകയോ ചെയ്തിട്ടില്ല എന്ന്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 4 ഖലീഫമാർ ഇസ്ലാമിന്റെ സുന്ദരമായ ഭരണം കാഴ്ചവെച്ച കാലഘട്ടമാണത്. ഈ 4 ഖലീഫമാർക്ക് പ്രവാചകനോട് ആദർശബന്ധം മാത്രമല്ല ഉള്ളത്. ആദർശബന്ധം മാത്രമല്ല ഉള്ളത്, കുടുംബ ബന്ധം കൂടിയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീബി പ്രവാചകന്റെ പത്നിമാരിൽ ഒന്നാണ്. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീബി പ്രവാചകന്റെ പത്നിമാരിൽ മറ്റൊരാളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ആളാണ്. ആദ്യം റുഖയ്യ ബീവിയെയും റുഖയ്യ ബീബി മരണപ്പെട്ടതിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെയും. അലി റളിയല്ലാഹു അൻഹു ആകട്ടെ പ്രവാചകന്റെ പുന്നാരമകൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ച വ്യക്തിയാണ്. അപ്പോ ഈ 4 ആളുകൾക്കും പ്രവാചകന് കുടുംബ ബന്ധം കൂടിയുണ്ട്. എന്നിട്ട് കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ഭരണം നടത്തി, ഉമർ റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഭരണം നടത്തി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 13 കൊല്ലം ഭരണം നടത്തി, അലി റളിയല്ലാഹു അൻഹു 5 കൊല്ലം ഭരണം നടത്തി. അഥവാ ഈ 4 ഖലീഫമാർ പതിറ്റാണ്ടുകളോളം വളരെ കൃത്യമായ ഇസ്ലാമിക ഭരണം നടത്തിയിട്ട് ആ ഭരണകാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ റബിയുൽ അവ്വൽ മാസം കടന്നു വന്നപ്പോ ഒരു കാരക്കയുടെ ചീള് കൊടുത്തിട്ടോ ഒരു ലേശം സംസം വെള്ളം കൊടുത്തിട്ടോ ഒരു ദിക്റ് സാധാരണയിൽ അധികമായി ചൊല്ലിക്കൊണ്ടോ അവരാരും ഈ ദിവസത്തെ ആഘോഷിക്കുകയോ ആരാധനകൾ ചെയ്തുകൊണ്ട് അതിനെ അവർ നന്നാക്കി തീർക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ലക്ഷക്കണക്കായ സഹാബത്ത് പ്രവാചകനിൽ വിശ്വസിച്ചവരുണ്ട്. നമുക്കറിയാം, ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വന്നവർ തന്നെ 1,00,000-ലധികം ഉണ്ടായിരുന്നു എന്നാണ്. ആ ലക്ഷക്കണക്കായ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു റബിയുൽ അവ്വൽ മാസം കടന്നു വന്നപ്പോ അവർ ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇതൊരു പുണ്യമാസമാണ് എന്ന രൂപത്തിൽ അവർ കണ്ടിട്ടില്ല. കണ്ടു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ആ സ്വഹാബത്താകട്ടെ അവർക്ക് അള്ളാഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ പറ്റിയും അവർ അള്ളാഹുവിനെ പറ്റിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകളാണ് സഹാബത്ത് എന്ന് പറയുന്നത്. അതിനുശേഷമാകട്ടെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പ്രവാചകന്റെ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകന്റെ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആ പ്രവാചകന് അവരോടുള്ള സ്നേഹവും തിരിച്ച് അവർക്ക് പ്രവാചകനോടുള്ള സ്നേഹവും എത്രമാത്രമാണ് എന്നത് വിശദീകരിച്ചാൽ തീരാത്ത ഒരു കാര്യമാണ്. പല സംഭവങ്ങളും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ പ്രവാചകന്റെ പത്നിമാരിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ വഫാത്തായി 48 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വഫാത്താകുന്നത്. 48 കൊല്ലം നബി വഫാത്തായിട്ട് ഈ 48 കൊല്ലത്തിനിടക്ക് എന്തെങ്കിലും ഒരു പുണ്യകർമ്മം റബിയുൽ അവ്വലിൽ ചെയ്തുകൊണ്ട് ആ മാസം പുണ്യമാസമാണ് എന്ന രൂപത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആഘോഷിച്ചിട്ടില്ല. അതുപോലെ പ്രവാചകന്റെ മറ്റു പത്നിമാരിൽ ഒരാളായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആദ്യം ഹിജ്റ പോയിട്ടുള്ള മഹദി ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ വഫാത്തായി 51 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വഫാത്താകുന്നത്. 1/2 നൂറ്റാണ്ടിലധികം ജീവിച്ചു. എന്നിട്ട് ഈ 1/2 നൂറ്റാണ്ടിലധികം ജീവിച്ചിട്ടും അവിടെ എങ്ങും ഇത്തരത്തിലുള്ള ഒരു കർമ്മം അവർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ 4 ഇമാമുമാർ എന്ന് പറയാറില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഈ പറയുന്ന 4 ഇമാമുകളുടെ കാലഘട്ടത്തിൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ചർച്ച പോലും വന്നിട്ടില്ല. അവരെഴുതിയ നിരവധി ഗ്രന്ഥങ്ങളിൽ നബിദിനാഘോഷം, മൗലിദുൻ നബി, റബിയുൽ അവ്വൽ എന്ന് പറയുന്ന ഒരു ചർച്ച പോലും വന്നിട്ടില്ല.
കാരണം എന്താ? അവിടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഉണ്ടെങ്കിൽ അതിന്റെ ഗുണമോ ദോഷമോ അവർ ഗ്രന്ഥങ്ങളിൽ അവർ പ്രതിപാദിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും അങ്ങനെ ഒരു വിഷയം റബിയുൽ അവ്വലിന്റെ ഒരു പോരിശയായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് അവർ പറയുന്നില്ല. പിന്നെ അറബിയിൽ ഖുത്ബയോതുന്ന പള്ളികളിൽ പോരിശയോടുകൂടി ഓതാറുള്ളത് ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ബഹുമാന്യനായ ഒരു പണ്ഡിതന്റെ ഖുത്ബയാണ്. എന്നാൽ ആ ഖുത്ബയിൽ പോലും റബിയുൽ അവ്വൽ മാസത്തിലുള്ള 4 ഖുത്ബകൾ, ആ 4 ഖുത്ബകളിലും ഇങ്ങനെയൊരു ചർച്ചാ വിഷയമേ ഇല്ല. പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഖുത്ബയിൽ ഒരു പ്രതിപാദ്യം പോലുമില്ല. മാത്രമല്ല ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ആ ഖുത്ബയിൽ 2 ആഴ്ചയിൽ പറയുന്നത് പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ചാണ്. കാരണം അത് സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ള റബീഉൽ അവ്വൽ 12-നാണ്. അന്ന് മദീന വിറങ്ങലിച്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 12 മദീന വിറങ്ങലിച്ച ദിവസമാണ്. സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞ നിമിഷമാണ്. വൈകാരികമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്. മദീനയിലുള്ള സ്വഹാബത്ത് മുഴുവനും ശോകമൂകമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ ദിവസമാണ്. ഇത് ചരിത്രപരമായി ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും റബീഉൽ അവ്വൽ 12-ന്റെ മദീനയിലെ അവസ്ഥയും സ്വഹാബത്തിന്റെ അവസ്ഥയും പരിശോധിച്ചാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വാചാലമായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അവർ ദുഃഖസാദ്രമായി കഴിഞ്ഞുകൂടിയ ആ ദിവസത്തിലാണ് നാം ആഘോഷപൂരിതമായി മാറ്റുന്നത് എന്നത് എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. മാത്രമല്ല, പ്രവാചകൻ എന്നാണ് ജനിച്ചത്? ചരിത്രപരമായി കൃത്യമായ ഒരു ഡേറ്റ് ഇല്ല. റബീഉൽ അവ്വൽ 12 എന്നത് കൃത്യമായ ഡേറ്റ് അല്ല. റബീഉൽ അവ്വൽ 9-നാണ്, റബീഉൽ അവ്വൽ 13-നാണ് എന്നൊക്കെ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വൽ 12 എന്നതിനേക്കാൾ ആധികാരികമായ അഭിപ്രായം റബീഉൽ അവ്വൽ 9 എന്നതാണ്. എന്നാൽ ഇതെങ്ങാനും കൃത്യമായി ഓർക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതാണ് എങ്കിൽ അത് അള്ളാഹു പറയില്ലേ? അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുകയില്ലേ? എന്നിട്ട് കൂടി ആ ഡേറ്റ് എന്നാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കൃത്യമായി ദിവസം പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണ് പറഞ്ഞത്? തിങ്കളാഴ്ച ഒരു നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, ആ 12 മാസങ്ങളിൽ എത്ര തിങ്കളാഴ്ചകളുണ്ടോ അവിടെയൊക്കെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അത് പറഞ്ഞിട്ടുണ്ട്. അതെന്തിന് പ്രവാചകരെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യൗമ വുലിദ്തു ഫീഹി വബുഇസ്തു ഫീഹി വഉൻസില അലയ്യ ഫീഹി. ഞാൻ അന്നാണ് ജനിച്ചത്. ആ വിവിധ കാരണങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ഞാൻ തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നാണ്. അതിന് ആഘോഷിക്കുകയല്ല വേണ്ടത്. ആ സ്നേഹപ്രകടനമാണ് നടത്തുന്നത് എങ്കിൽ അന്ന് നോമ്പ് നോൽക്കണം. തിങ്കളാഴ്ച കഴിയുന്ന തിങ്കളാഴ്ചകളിലൊക്കെ അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അപ്പോ അവിടെയും നമുക്ക് ഇതിന്റെ പ്രമാണങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല. 4 മാസങ്ങൾ പുണ്യമാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ മാസങ്ങളിലും റബീഉൽ അവ്വൽ എന്നൊരു മാസം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏത് കോണുകളിലൂടെ ഇസ്ലാമിക പ്രമാണം പരിശോധിച്ചാലും ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായ ഈ ഒരു ആഘോഷത്തിന് ഇസ്ലാമികമായ ഒരു പ്രമാണവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ഇതിന്റെ അർത്ഥം പ്രവാചകനെ സ്നേഹിക്കേണ്ടതില്ല എന്നാണോ? അല്ല. പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നാം ദീനിൽ നിന്ന് പുറത്താണ്, ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്താണ്. എന്തിന് റസൂലിനെ സ്നേഹിക്കണം എന്ന ഒരു അവഗണന പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ ഇസ്ലാം ദീനിൽ അല്ല, പിന്നെ ആ ഭൂമികയിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. കാരണം അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം. അപ്പൊ എങ്ങനെ അനുസരിക്കേണ്ടത്? ഇത് പഠിപ്പിച്ച പ്രവാചകൻ തന്നെ അത് പഠിപ്പിച്ചല്ലോ. എന്നോടുള്ള ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാത്തിനേതുമുള്ളതിനേക്കാൾ അധികമാകണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് എന്നെ ഇഷ്ടപ്പെടൽ. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അപ്പോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നാം ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈക നുശൂർ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ റസൂലിനെ സ്നേഹിക്കലാണ്.
ബ്രഷ് എടുത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയാൽ അത് റസൂലിനെ സ്നേഹിക്കലാണ്, അത് സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപോലെ നാം ചായ കൊണ്ടുവരുന്ന സമയത്ത് അത് വലത് കൈ കൊണ്ട് കുടിക്കൽ സുന്നത്താണ്, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അതിനുശേഷം നാം മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ ഇടത്തേക്കാൽ അങ്ങോട്ട് വെക്കലും പ്രാർത്ഥന ചെല്ലലും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്തേത് മുന്തിക്കലും പ്രാർത്ഥന ചെല്ലലും, അങ്ങനെ ഓരോന്ന് ആ എഴുന്നേറ്റ വിരിപ്പിലേക്ക് നാം കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി കിടക്കുന്നത് വരെ റസൂലുള്ള പഠിപ്പിച്ച ആ ജീവിതം, അതാണ് റസൂലിനോടുള്ള സ്നേഹം, അതാണ് റസൂലിനോടുള്ള സ്നേഹം. അങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടത്. എന്നാൽ ഈ ബിദ്അത്ത് എന്നാണ് ഉണ്ടായത്? 1-ാം നൂറ്റാണ്ടിലില്ല, 2-ാം നൂറ്റാണ്ടിലില്ല, 3-ാം നൂറ്റാണ്ടിലില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇയാനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ വഅവ്വലു മൻ അഹദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ ബിസാഹിബി ഹിർബൽ. ഹിർബലിലെ രാജാവായിരുന്ന മുളഫർ രാജാവ് 3 നൂറ്റാണ്ട്, ഈ 3 നൂറ്റാണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അടുത്തത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച 3 നൂറ്റാണ്ടിലുമില്ല. ഇമാം സഹാബി അതിനെക്കുറിച്ച് പറയുന്ന അതാണ്. അതുപോലെ ഇമാം സുയൂത്തി തന്റെ ഹാവയിൽ ഇമാം ഫാത്തിഹാനിയോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഉത്തരം, അതിൽ ചോദിച്ച ചോദ്യം, ഇങ്ങനെയൊരു സമ്പ്രദായം കാണുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ, അതിന്റെ സത്യാവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന വലാ യുൻഖലു അൻ അഹദിൻ മിനൽ ഉലമാഇൽ അഇമ്മ الذين هم القدوة في الدين بآثار المتقدمين بل هو بدعة منكرة ضلالة أحدثها البطالون والأكالون وأصحاب البدع المحدثات എന്നാണ്. ദീനിൽ ഒരു അടിത്തറ ഖുർആനിലോ സുന്നത്തിനോ അത് കാണുകയില്ല. അത് ദീനിൽ ബിദ്അത്താണ്. ആ രൂപത്തിൽ ആഗ്രഹിക്കുന്ന ബിദ്അത്ത് ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ തടി അനങ്ങാതെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ രൂപത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഈ സദസ്സിൽ 90% ആളുകളും ഈ കാര്യം അറിയുന്നവരായിരിക്കും. എന്നാലും നാം പലരുമായി ഇടപഴകുന്നവരാണ്. പണ്ട് കാലത്ത് ദീനീ പ്രബോധനം നടന്നത് മിമ്പറുകളിൽ നിന്ന് മാത്രമല്ല, അങ്ങാടികളിൽ നിന്ന്, സുഹൃത്തുക്കളിലൂടെ, ഓഫീസുകളിലൂടെ, നമ്മൾ ഇടപഴകുന്ന ആളുകളിലൂടെ. ഈ പറഞ്ഞ കാര്യങ്ങളും ഇതിനേക്കാൾ നിങ്ങൾക്കറിയുന്ന ആളുകളും ആ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റുള്ളവരുമായി സംവദിക്കാൻ തയ്യാറാവണം. ഒരാളെ ദീനീപരമായ അയാൾ അകപ്പെട്ടു പോയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതൊക്കെ നമ്മളും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ കണിശമായ ആ ആലോചനയും ചിന്തയും ആ രംഗത്തുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനെ സ്നേഹിക്കുന്ന, ആ പ്രവാചകനെ ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അതിന്റെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ എതിർക്കുവാനുള്ള ചങ്കൂറ്റവും ത്വാക്കത്തും നമുക്ക് നൽകുകയും ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി, നിങ്ങളിൽ ആരാണ് അനന്തരാവകാശികളുടെ സ്വത്തിനെ സ്വന്തം സ്വത്തിനേക്കാൾ ഇഷ്ടപ്പെടുന്നത്? നാം നമ്മുടെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു, അതിന് രോഗമുണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ ഭക്ഷണം നല്ലതായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, കച്ചവടം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ മറ്റെല്ലാ മേഖലകളും നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത്രത്തോളം മറ്റുള്ളവരുടേതിൽ നമുക്ക് താല്പര്യമുണ്ടാവുകയില്ല, സ്വന്തം കാര്യമാണ്. അപ്പോ പ്രവാചകൻ ചോദിച്ചത് അതാണ്, നിങ്ങളുടെ സ്വത്തിനേക്കാൾ മറ്റുള്ളവരുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവർ ആരാണ്? അപ്പൊ സഹാബത്ത് ചോദിച്ചു, അങ്ങനെ ആരും ഏതായാലും ചെയ്യില്ലല്ലോ പ്രവാചകരെ, സ്വന്തം ആളുകളുടെ സമ്പത്തിനേക്കാൾ മറ്റുള്ളവരെ. എന്നാൽ നിങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടേത്. ദീനീപരമായ വിഷയങ്ങളിൽ നിങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടേത്.
നിങ്ങൾ ഇവിടെ ബാക്കി വെച്ചു പോകുന്നതാണ് അനന്തരാവകാശികളുടേത്. ഇതിന്റെ അർത്ഥം ബാക്കി വെക്കേണ്ടതില്ല, അനന്തരാവകാശികളെ വെറുതെ വിടണം എന്നല്ല, മറിച്ച് നൽകണം എന്നതിന് പ്രോത്സാഹനമാണ്. ഒരിക്കൽ ഒരു അറബി കവി പറയുകയുണ്ടായി, ഒരു ഖബറിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള ആളുകളുടെ മനോഗതി അദ്ദേഹം പറയുകയാണ്, യമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി ദബുൽ മീറാത്തി യഖ്തസിമൂന മാലി വലാ യഅലൂന അൻ ജഹദൂ ദുയൂനി. എൻ്റെ കൂട്ടുകുടുംബങ്ങളുടെ ഖബറിനടുത്തൂടി ഇങ്ങനെ നടന്നു പോകുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരിൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വലക്കും അൽ ആഫിയ എന്നൊരു പ്രാർത്ഥന പോലും ചെല്ലുന്നുണ്ട്. ഞാൻ ഓൽക്ക് വേണ്ടിയാ ജീവിച്ചു, എൻ്റെ മക്കൾക്ക് വേണ്ടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർക്ക് വേണ്ടിയാ ജീവിച്ചത്, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ മരിച്ചപ്പോൾ എൻ്റെ അന്തരാവകാശം മുതൽ ഓരി വെക്കാനൊക്കെ ഒരു വാശിയിലായിരുന്നു എന്ന് ഖബറിൽ കിടക്കുന്ന ആളിന്റെ ഒരു യോഗമായി പറയും. അപ്പൊ നമ്മൾ ചെലവഴിക്കുന്നതാണ് നമുക്കുണ്ടാവുക, അതാണ് നമുക്ക് സമ്പാദ്യമായിട്ടുണ്ടാവുക. ഇന്ന് സാധു സംരക്ഷണവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ അവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രാർത്ഥന, പടച്ചോനെ ആരാ ഞങ്ങൾക്ക് നൽകിയതെന്നറിയില്ല, എവിടുന്നോ ഏതോ പള്ളിയിൽ നിന്ന് പിരിപ്പിച്ച പൈസയാണ് ഞങ്ങളുടെ ഈ രോഗത്തിന് വേണ്ടി, ഞങ്ങളുടെ ഈ വീടിന് വേണ്ടി, ഞങ്ങളുടെ ഈ ഭക്ഷണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല റബ്ബേ. പടച്ചോനെ നീ കൊടുക്കണം റബ്ബേ, അവർക്ക് സൗഖ്യം നൽകണം, അവർക്ക് ആരോഗ്യം നൽകണം. അവരുടെ ഒരു പ്രാർത്ഥന കിട്ടിയാൽ അതിനേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മകളുടെ വഴികളിലേക്ക് നാം പരമാവധി ചെലവഴിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, നിന്റെ പ്രവാചകനെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, കുട്ടികൾ, ബന്ധുമിത്രാദികൾ, വിശ്വാസികൾ എല്ലാവർക്കും അവരുടെ ബർസഖി ജീവിതം നീ നല്ലതാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പ്രായാധിക്യത്തിന്റെ വിഷമതകൾ ജീവിക്കുന്ന, രോഗങ്ങൾ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. പ്രായാധിക്യത്തിന്റെ വിഷമതകളില്ലാതെ ദിക്റുകളും ദുആകളുമൊക്കെയായി ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.